വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെച്ച് ഇരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തയ്ക്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും നിങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട. അപ്പോൾ ധൈര്യം ജീവിതത്തിൽ ചോർന്നു പോകാവുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെട്ടു പോകാവുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അധൈര്യപ്പെടേണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അധൈര്യപ്പെടേണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അതിനു മുമ്പിൽ ധൈര്യം പോകാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് 4-ാം അധ്യായം 7 മുതൽ 12 വരെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ധൈര്യം ചോർന്നു പോകാവുന്ന ചില കാര്യങ്ങൾ. അവിടെ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അതായത് പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ, ഈ മൺപാത്രത്തിന്മേൽ ദൈവം പകർന്നിട്ടുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ശേഷം താഴോട്ട് വാക്യം വായിക്കുന്നത്: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ധൈര്യപ്പെടണ്ട, ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരാണ് എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം കഷ്ടങ്ങൾ വരുന്നുണ്ട്. എങ്കിലും നാം ആ കഷ്ടത്തെ നോക്കി നിരാശപ്പെട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ ഇടുങ്ങിയിരിക്കുന്നില്ല. കാര്യം എന്താണ്? ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇടുങ്ങിയിരിക്കുന്നില്ല. 9-ാം വാക്യം: ബുദ്ധിമുട്ടുള്ളവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, എങ്കിലും നിരാശപ്പെടുന്നില്ല. കാരണം ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. എന്റെ താഴോട്ട് വാക്യം വായിക്കുമ്പോൾ വീണ്ടും കാണുവാൻ സാധിക്കുന്നത്: ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും നാം നശിച്ചു പോകാത്തതിൻ്റെയും വീണു പോകാത്തതിൻ്റെയുമായ കാര്യം എന്നു ചോദിച്ചാൽ ഈ അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, സകലതും സഹിക്കുവാനും വഹിക്കുവാനും മുന്നോട്ട് പോകുവാനുള്ളതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ശേഷം പറയുകയാണ്: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. അതുകൊണ്ട് നാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അധൈര്യപ്പെടേണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അധൈര്യപ്പെടേണ്ട എന്ന് പഠിപ്പിക്കുന്നത്? അതിന്റെ ചില കാര്യങ്ങൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ: കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കൂടാരമായ ഞങ്ങളുടെ ഭവനം, അതായത് നമ്മുടെ ശരീരം, ഇത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നമുക്ക് ഉണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് നാം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അധൈര്യപ്പെട്ട് പോകേണ്ട കാര്യമില്ല. ഈ ശരീരം ഈ ഭൂമിയിൽ നാം നശിച്ചു പോക്കോട്ടെ, ഈ ശരീരം ഈ ഭൂമിയിൽ വെച്ച് എന്തെല്ലാം സംഭവിച്ചോട്ടെ, അതൊന്നും വിഷയമാക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് വേണ്ടി ഒരു നിത്യഭവനം കർത്താവ് ഒരുക്കുന്നുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല.
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ശേഷം, ഞാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് വാഗ്ദത്തം ചെയ്തൊരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്കൊരു ഭവനം പണിയുവാൻ കടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നാം ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അടുത്ത നിമിഷം നമ്മൾ തകർന്നു പോകാവുന്ന ഒരു സാഹചര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ പലവട്ടം ഉണ്ടായേക്കാം. എന്നാൽ അതിൻ്റെ ഒക്കെ നടുവിൽ അധൈര്യപ്പെട്ടു പോകണ്ട, ധൈര്യപൂർവ്വം നാം നിൽക്കണം. കാരണം നമുക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കുന്നുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക ചെയ്യുന്നത്. അവിടെ ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം. ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ എപ്രകാരം സന്തോഷത്തോടെ ജീവിച്ചുവോ, അല്ലെങ്കിൽ എപ്രകാരം ഈ ഭൂമിയിൽ നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചുവോ, അതിനുള്ള ചുറ്റുപാടുകൾ നമ്മുടെ ഭവന അന്തരീക്ഷം നമുക്ക് എപ്രകാരം തന്നുവോ, അപ്രകാരം തന്നെ ഒരു കെട്ടിടത്തിന്റെ ആ ഒരു അന്തരീക്ഷം ദൈവം നമുക്ക് തരുമെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കെട്ടിടം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 5-ാം അധ്യായം 6-ാം വാക്യം, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. ആമേൻ. ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴും, നാം ഇപ്പോഴും ശരീരത്തിൽ വസിക്കുകയാണ്, എന്നാൽ അവിടെ കണ്ടോ, കർത്താവിനോട് അകന്ന് പരദേശികളായി. അപ്പൊ നാം ദൂരെ എവിടെയോ ഉള്ളവരായിരുന്നു, നാം അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും ഉള്ളവരായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വളരെ ദൂരെ ഈ ഭൂമിയിൽ കടന്നു വന്ന് പരദേശികളായി ആയിരിക്കുകയാണ്. സ്തോത്രം. നാം ഈ ഭൂമിയിൽ പരദേശികളാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ഇപ്പോൾ ശരീരത്തിൽ വസിക്കുന്നു, എന്നാൽ ശരീരം കൂടാതെ നമുക്കൊരു വാസമുണ്ട്. സ്തോത്രം. നാം ഇപ്പോൾ ഒരു പരദേശ വാസത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകം അല്ലെങ്കിൽ ഈ ഭൂമി, നാം വസിക്കുന്നതായ ഈ ഭൂമി നമുക്ക് സ്വന്തമല്ല. ഇത് പരദേശവാസത്തിന് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നാം കടന്നു പോകേണ്ടവരാണ്, നാം പരദേശികളാണ്. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. നമുക്കറിയാം, പരദേശികളാകുമ്പോൾ നമുക്കറിയാം ഒന്നും സ്വന്തമായിട്ടുള്ളവരല്ല. നമ്മൾ നേടിയതും നാം ഉണ്ടാക്കിയതും നാം അധ്വാനിച്ചതൊന്നും നമ്മുടെ സ്വന്തമല്ല. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നാം പരദേശികളാണ്. അതുകൊണ്ട് ഈ ഭൂമി വിട്ട് നമുക്ക് ഒരുക്കിയ ഭവനത്തിലേക്ക് നാം കടന്നു പോകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ, ആ ഒരു ദൈവിക ദർശനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അധൈര്യപ്പെട്ടു പോകത്തില്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ ലോകം മുഴുവൻ കീഴടക്കി ഇന്ത്യയുടെ അടുത്ത് വരെ അലക്സാണ്ടർ ചക്രവർത്തി എത്തി. എന്നാൽ നമുക്കറിയാം, രോഗം പിടിപെട്ട ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തത്. തൻ്റെ അമ്മ, അലക്സാണ്ടറിന്റെ അമ്മ അലക്സാണ്ടറെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് വരാം, നാളെ വരാമെന്ന് പറഞ്ഞ് ഓരോ രാഷ്ട്രങ്ങൾ കീഴടക്കി അലക്സാണ്ടർ ചക്രവർത്തി മുന്നേറുകയായിരുന്നു ചെയ്തത്. എന്നാൽ അവസാന നിമിഷം അമ്മയെ കാണുവാനുള്ള ആഗ്രഹത്തിൽ താൻ മടങ്ങി പോകുന്ന വഴിക്ക് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. താൻ മരണത്തിന് മുമ്പ് തന്റെ വൈദ്യന്മാരെയൊക്കെ, കൊട്ടാര വൈദ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഒരു ദിവസമെങ്കിലും എൻ്റെ ജീവനൊന്ന് നിലനിർത്തി തരണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന്. അപ്പോൾ വൈദ്യന്മാർ അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ ജീവൻ നിലനിർത്തുവാൻ ഞങ്ങൾ ദൈവങ്ങളല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ഉണ്ടാക്കിയ സ്വത്തുക്കൾ, ഞാൻ ഉണ്ടാക്കിയതായ പിടിച്ചടക്കിയതായ ലോക രാഷ്ട്രങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം, എൻ്റെ ജീവൻ നിലനിർത്തണമെന്ന് പറഞ്ഞപ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന ആ വൈദ്യന്മാരെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നാം എന്തെല്ലാം നേടിയാലും
നാം ഒക്കെ നിസ്സാരന്മാരാണെന്ന് നമുക്കറിയാം. ഈ നിസ്സാരന്മാരാണെന്ന് വയനാട്ടിലെ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാം നേടിയാലും ആമേൻ ആമേൻ ദൈവത്തിന്റെ വഴിയിലൂടെ പോയില്ല എങ്കിൽ നാം നിസ്സാരന്മാരാണെന്ന് സംഭവങ്ങൾ നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം പരദേശികളാണ്, ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എവിടെയായാലും നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാം പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം പറയാറുണ്ട്. എന്നാൽ അതിനപ്പുറമായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്നാണ് ദൈവം അരുളി ചെയ്തത്. ദൈവം അനുഗ്രഹിച്ച് പറയുകയാണ്: നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ അധികാരം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ വാഴണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കണം. നല്ലൊരു ഫാമിലി ലൈഫാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ആയിത്തീരുവാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സാമൂഹികമായ ബന്ധത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ നമുക്ക് നല്ലൊരു മാതൃകയായി ഒരു കുടുംബമായി നമുക്ക് നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. നല്ലൊരു കുടുംബമായി ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് നാം ചുറ്റുപാടും ചിന്തിക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പൊക്കോണ്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് കല്യാണം കഴിഞ്ഞ് 1 വർഷം പോലും ആകുന്നതിന് മുമ്പ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വേർപിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിന്റെ നടുവിൽ എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും? ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി എന്ന് അവിടെ വായിക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ അവൻ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ അധ്വാനിച്ച് ഈ ഭൂമിയുടെ അധ്വാന ഫലം കൊണ്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവം കൃഷി ചെയ്യുവാൻ തന്ന സ്ഥലങ്ങൾ, ദൈവം നമുക്ക് അധ്വാനിക്കാൻ തന്നതായ സ്ഥലങ്ങൾ അതെല്ലാം മനുഷ്യൻ ഇന്ന് വികലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ 2-ാം അധ്യായം 15-ാം വാക്യം വായിച്ചത് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും വേല ചെയ്യുവാനും ഈ ഭൂമിയെ കാത്തു പരിപാലിക്കുവാനുമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി ഇന്ന് ഭൂമിയോട് ചെയ്യുന്നതായ ക്രൂരത നമുക്കറിയാം. ഓരോ ദിനവും കേൾക്കുന്നതായ വാർത്തകൾ, അതിൻ്റെയൊക്കെ ഫലങ്ങൾ അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ ചെയ്യുന്നതായ തെറ്റുകളിലൂടെയാണ് അപകടങ്ങൾ കടന്നു വരുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയതായ ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നടുവിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. നമുക്കറിയാം ഇന്ന് സഭയിലും സമൂഹത്തിലും സംഘടനകളിലൊക്കെ ലീഡേഴ്സിനെ പ്രസാദിപ്പിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് സ്വന്തം കാര്യ നേട്ടത്തിന് വേണ്ടി നിൽക്കുന്ന അനേകരെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്
ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവര് ആകുവാൻ അഭിമാനിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിലും നമുക്ക് എത്ര പേർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവത്തെ നാം പ്രസാദിപ്പിച്ചാൽ, ഈ ഭൂമിയിൽ ദൈവത്തെ നാം പ്രസാദിപ്പിച്ചാൽ അവൻ അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. നാം ഇന്ന് ചുറ്റുപാടും നോക്കിയാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഓടി അകലുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനോ പ്രാർത്ഥനകൾക്കോ കൂട്ടായ്മ കടന്നു വരുവാനോ സാധിക്കാതെ പോകുന്നതായ ഒരു തലമുറയാണ് നമുക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ കുടുംബങ്ങളിൽ നിന്നും ഇന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ കുടുംബ ഭദ്രതയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ആഗ്രഹിക്കാത്ത തലമുറയാണ് നമുക്ക് മുന്നിൽ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ മനുഷ്യനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യം, സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോൺ അങ്ങനെയുള്ളതായ മീഡിയാസിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ അതിനൊരു പരിധി വരെ കാരണമാണ്. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് നമുക്കറിയാം എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞു നോക്കി മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യനിൽ നിന്നും അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും? എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോഴേ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീകിലാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു നാൾ കർത്താവിന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടവരാകുന്നു എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. നാം പറയുന്ന ഒരു വാക്കിനും ഓരോ പ്രവൃത്തിക്കും നമുക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഒരു ന്യായാധിപന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടതാകുന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോഴേ അതിന്റെ ബി പാട്ട് വായിക്കുമ്പോഴേ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ, ക്ഷമയുടെ ശുശ്രൂഷ, സ്നേഹത്തിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയാകാൻ കഴിയുക. നാം കടന്നു വരുമ്പോൾ കൂട്ടുകാരനോട് എന്തെങ്കിലും തോന്നിയാല് യാഗവസ്തു അവിടെ വെച്ചിട്ട് ആ കൂട്ടുകാരനോട് പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വന്ന് യാഗം കഴിക്കുവാനാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ കൂട്ടായ്മയ്ക്കും നാം കടന്നു വരുമ്പോഴും, ഓരോ പ്രാർത്ഥനയ്ക്കും നാം കടന്നു വരുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ നിരപ്പിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നുവെങ്കിൽ അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അവസാനമായി 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നുവെന്ന് അവിടെ വായിക്കുന്നു. ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിൽക്കുന്നു, നിരന്നുകൊള്ളുവിനെന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് പകരം ഈ ഭൂമിയിൽ നിൽക്കുന്ന പ്രതിനിധികളാണ് നമ്മളെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് മാതൃക നമ്മുടെ മുമ്പിൽ തന്നുവോ, യേശു ക്രിസ്തു എപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ചുവോ, യേശു ക്രിസ്തു എപ്രകാരം ഈ ഭൂമിയെയും ഭൂമിയിലുള്ളവരെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുവോ, അപ്രകാരം നമുക്ക് മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. യേശു ക്രിസ്തുവിന് പകരമായി നിൽക്കുന്നവരാണ് നമ്മളെന്ന ചിന്തയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അങ്ങനെ നാം ക്രിസ്തുവിന് വേണ്ടി പകരമായി ഈ ഭൂമിയിൽ നിന്ന് പ്രവർത്തിച്ചാൽ അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇല്ലാത്ത മനുഷ്യനില്ല, വേദനകളില്ലാത്ത മനുഷ്യനില്ല. എന്നാൽ അതിന്റെ നടുവിൽ നമ്മളെ ജീവിപ്പിക്കുന്നത് ഈ ദൈവവചനമാണ്.
ആമേൻ. സ്തോത്രം. ആ വചനത്തിൽ വേരൂന്നി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആമേൻ. ഞാൻ പറഞ്ഞതായ കാര്യം, ഈ ഭൂമിയിൽ നാം നിൽക്കുമ്പോൾ അധൈര്യപ്പെട്ട് ധൈര്യം ചോർന്നു പോകാവുന്ന പല കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അധൈര്യപ്പെട്ടു പോകണ്ട. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ ഈ ഭവനം അടിഞ്ഞു പോയാൽ നമുക്കൊരു ഭവനം, ആമേൻ, നമുക്ക് കർത്താവ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. പിന്നെ പറയുകയാണ്, നാം ഈ ഭൂമിയിൽ പരദേശികളാണ്, നാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ്. ആ ഒരു ചിന്തയിലേക്ക് നാം കടന്നു വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക ചെയ്യുന്നത്. വീണ്ടും പറഞ്ഞത്, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീർന്നാൽ നാം അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. വീണ്ടും പറഞ്ഞത്, നാം കർത്താവിന്റെ സന്നിധിയിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാകുന്നു എന്നുള്ള ചിന്തയുണ്ട് എങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം അധൈര്യപ്പെട്ടു പോകണ്ട. നിരപ്പിന്റെ ശുശ്രൂഷ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ നിരപ്പിന്റെ ശുശ്രൂഷ നാം ചെയ്യുന്നവരാണെങ്കിൽ അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. വീണ്ടും നമ്മൾ ചിന്തിച്ചത്, ക്രിസ്തുവിന്റെ പ്രതിനിധികളായി നാം ഈ ഭൂമിയിൽ നിൽക്കുന്നു. അങ്ങനെ നാം ക്രിസ്തുവിന്റെ പ്രതിനിധികളായി നിൽക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.